ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇപ്പോഴത്തെ ചൂടിൽ നിന്ന് ഒരു ആശ്വാസം പകരാനായിട്ട് കുളിർമയേകുന്ന ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചെറുനാരങ്ങയുടെ കൂടെ ചേർത്തിരിക്കുന്നത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണിത്. വൈകുന്നേരങ്ങളിൽ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ ദാഹവും മാറും, വിശപ്പും കെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചെറുനാരങ്ങ ചേർക്കുക. ഞാനൊരു വലിയ ചെറുനാരങ്ങയുടെ പാതി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളാക്കി തൊലിയോടുകൂടിയാണ് ഞാൻ അടിക്കുന്നത്. കുറച്ച് കയ്പ്പ് രസം ഉണ്ടാകുമെങ്കിലും തൊലിയോടുകൂടി അടിക്കുന്നതാണ് വളരെ ഗുണകരമായിട്ടുള്ളത്. കുട്ടികളുണ്ടെങ്കിൽ തൊലി മാറ്റിയിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് മാതള നാരങ്ങയാണ്. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള മാതള നാരങ്ങയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഇത് ശരീരത്തിന് വളരെ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള പച്ചമുളകിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ്. പച്ചമുളകിൻ്റെ അരി നീക്കിയിട്ടാണ് ചേർക്കുന്നത്, എരിവ് അറിയാതിരിക്കാനായിട്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ ഗുണമേറിയ മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഒരു 4 മിൻറ്റ് ലീവ്സ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മിൻറ്റ് ലീവ്സിൻ്റെ ടേസ്റ്റ് നാരങ്ങ വെള്ളത്തിൽ വരുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാം. ഇനി ആരും മറന്നു പോകാതെ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ്. വളരെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമുള്ള ഡ്രിങ്കിൽ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിക്കും. ഒത്തിരി കൂടുതൽ ചേർക്കാൻ പാടില്ല, വളരെ നേരിയതായിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ജ്യൂസിന് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ജ്യൂസിന് ആവശ്യമുള്ള വെള്ളം മുഴുവനായിട്ടും ഇപ്പോൾ തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് നാരങ്ങയൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല, ഒന്ന് അടിഞ്ഞു കിട്ടിയാൽ മതി. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പിശട് കിട്ടും. നാരങ്ങയുടെ തൊലിയൊന്നും അരഞ്ഞു ചേരില്ല, ഇതുപോലെ ആയിരിക്കും. ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളൊക്കെ വെള്ളത്തിൽ വരികയും ചെയ്യും. ഇനി ഈ നാരങ്ങ വെള്ളം നമുക്ക് ഗ്ലാസ്സിലേക്ക് പകരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ ഇത്. ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചൂട് സമയത്ത് ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതാണ്. ശരീരം തണുക്കുകയും ചെയ്യും, ദാഹവും മാറും, വളരെ ഹെൽത്തിയുമാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇത് കഴിച്ചാൽ വിശപ്പ് മാറും. അപ്പോൾ എല്ലാവരും നാരങ്ങ വെള്ളം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.